സുരേഷിന്റെയും ക്ഷണത്തിനു പിന്നാലെ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച കിറ്റക്സ് എംഡി സാബു എം ജേക്കബിനെ പരിഹസിക്കുന്നു മന്ത്രി പി രാജീവ്. ഉണ്ടാകണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നാണ് മന്ത്രി പറയുന്നത്. കിറ്റക്സ് ഇത്രയും വളർന്നത് കേരളത്തിൽ തന്നെയാണെന്നും മന്ത്രി. അതേസമയം രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം കിറ്റക്സിനെ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് സാബു എം ജേക്കബ് പറയുന്നത്. 35 വർഷമായി അട്ടും തുപ്പും കേട്ട് പിടിച്ചു നിന്നത് കേരളീയർക്ക് ഗുണമുണ്ടാകണമെന്നതുകൊണ്ട് മാത്രമാണെന്നും കിറ്റക്സ് എം ഡി. ഇതുവരെ ഇപ്പോൾ 2ാം സ്ഥാനത്തെത്തി. ബാക്കി വളർന്നോട്ടാലും നമുക്ക് തർക്കമില്ല. അത് ഇവിടെ നിന്നല്ലേ വന്നത്. ഇതുവരെ ഇവരെ ആരും ഓടിച്ചിട്ടില്ലെന്ന് വ്യക്തമായില്ല. ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം. ഇപ്പോൾ ജയിക്കപ്പെട്ട നല്ല സമാധാനമുള്ള മനുഷ്യനായിരുന്നില്ല, എത്രയോ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അവനും കൂടി വിചാരിക്കണം സമാധാനം കിട്ടണം. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത് ഉടനെ തന്നെ കിറ്റക്സ് പ്രസ്ഥാനങ്ങൾ ഏത് വിധേനയും ഈ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നിച്ച് നിന്ന് ഈ കിറ്റക്സിനെ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ 35 വർഷക്കാലമായിട്ട് ഈ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു നിന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കേരളത്തിലെ മക്കൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ്.